പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം നമുക്ക് ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണം. അടിയനെ സമർപ്പിക്കുന്നു. എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. വചനം തരണമേ, വാക്കുകൾ തരണമേ. ഹൃദയസ്പർശിയായി അത് സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം ശ്രോതാക്കളെ നീ സൃഷ്ടിക്കണമേ. അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇത് വരുവാനും കർത്താവെ അത് വാളുപോലെ പ്രവർത്തിക്കുവാനും ജീവിതത്തിന് മാറ്റങ്ങളുണ്ടാകുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. നിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ. നമ്മൾ ഇന്ന് 69ാമത്തെ എപ്പിസോഡായിട്ട് പൗലോസിൻ്റെ ലേഖനം 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തും. ഞാൻ ആദ്യത്തെ 1-2 വാക്യങ്ങൾ ബൈബിളിൽ നിന്ന് വായിക്കുകയാണ്. 8 ബഹുമാനത്തിലും അവമാനത്തിലും സൽകീർത്തിയിലും ദുഷ്കീർത്തിയിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. വഞ്ചകരെ പോലെ ഞങ്ങൾ കരുതപ്പെടുന്നു, എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ്. പൗലോസ് ഈ അധ്യായത്തിൽ കൂടെ, അല്ലെങ്കിൽ 6-ാം അധ്യായത്തിൽ കൂടെ നമുക്ക് പൗലോസിൻ്റെ സ്നേഹപൂർണമായ ആ പ്രവർത്തനവും യേശുക്രിസ്തുവിന് വേണ്ടി സുവിശേഷത്തെ പ്രതി താൻ സഹിച്ച ആ പീഡകളും ഒക്കെ തുറന്ന് കൊരിന്ത്യക്കാരോട് പറയുകയാണ്. സ്നേഹത്തിൻ്റെ വലിയ ഒരു പിതാവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ. അഗപ്പൈ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സ്നേഹത്തെ വിശേഷിപ്പിക്കാം. ഈ സ്നേഹവികാരങ്ങൾ സ്വപ്നത്തിൽ പോലും പ്രതികാരത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സ്നേഹമല്ല. സകല അധിക്ഷേപവും കുറ്റാരോപണവും നിരാകരണവും എല്ലാം ഏൽക്കുവാൻ തയ്യാറുള്ള ഒരു സന്മനോഭാവമാണ് പൗലോസിന് ഉണ്ടായിരുന്നത്. ഒന്നിനാലും അദ്ദേഹത്തെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മേന്മയുണ്ടാകണമെന്നും അഭിവൃദ്ധി ഉണ്ടാകണമെന്നും നന്മയുണ്ടാകണമെന്നുള്ള ഒരു സന്മനോഭാവമുള്ള പൗലോസിൻ്റെ ആ മനോഭാവത്തെ കീഴ്പ്പെടുത്തുവാൻ യാതൊന്നിനും കഴിയുകയില്ല. തെറ്റായ എന്തെങ്കിലും പ്രേരണകൾ കൊണ്ട് ഈ രീതി മാറ്റിയെടുക്കാമോ? അതും സാധ്യമല്ല. തികഞ്ഞ പരോപകാര തൽപരതയാണ് പൗലോസ് തൻ്റെ പ്രവർത്തനങ്ങളിൽ കാണിക്കുന്നത്. നിർവ്യാജ്യമായ സ്നേഹമാണ് പൗലോസിൻ്റെ ഏക ലക്ഷ്യം. പൗലോസ് മറ്റുള്ളവരെ കാണിക്കുന്ന സ്നേഹം യാഥാർത്ഥ്യമാണെന്ന് സൂചിപ്പിക്കുന്നു. പൗലോസ് സ്നേഹം പ്രകടിപ്പിക്കുന്നു, അത് യാഥാർത്ഥ്യമാണ്, കാപട്യമൊന്നുമല്ല എന്ന് സൂചിപ്പിക്കുക കൂടി ചെയ്യുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകല ബഹുമാനത്തിലും അവമാനത്തിലും ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും. വൈവിധ്യ രൂപത്തിലുള്ള വാക്കുകൾ പൗലോസ് ഉപയോഗിക്കുന്നുണ്ട്. വാക്കുകളുടെയൊക്കെ അർത്ഥം കൂടെ മനസ്സിലാക്കുമ്പോഴേ ആ ഗൗരവം, അതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ യഥാർത്ഥ ആശയം നമുക്ക് പിടികിട്ടുകയുള്ളൂ. ബഹുമാനത്തിലും അവമാനത്തിലും അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവമാനം എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു പൗരന് അവൻ്റെ രാജ്യത്തിലെ പൗരത്വം നഷ്ടപ്പെടുക എന്നുള്ള വാക്കാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അറ്റീമിയ എന്ന വാക്കാണ്.
ആ പൗരത്വം ഒരാൾക്ക് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ എത്രമാത്രം അവമാനമാണ് ആ മനുഷ്യനുണ്ടാകുന്നത്. ആ വാക്ക് ഉപയോഗിക്കുകയാണ്. എനിക്ക് അവമാനം ഉണ്ടായാലും ഞാൻ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കും എന്ന അർത്ഥം. വഞ്ചകരെ പോലെ നിങ്ങൾ എന്നെ കാണുന്നു, പലരും എന്നെ അങ്ങനെ കാണുന്നു. വഞ്ചകർ എന്നുള്ളതിന് പ്ലാനോസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കപടനാട്യക്കാർ, വഞ്ചകനായ ഡോക്ടർ, ഇങ്ങനെയൊക്കെ ആ വാക്കിൻ്റെയൊക്കെ അർത്ഥം. പൗലോസിനെ പലരും അങ്ങനെയൊക്കെയായിരിക്കും ചിന്തിച്ചത്. വഞ്ചകനാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഞാൻ ചെയ്യുന്നതൊക്കെയും യഥാർത്ഥത്തിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്യുന്നവയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ അത്യധികം സ്നേഹിക്കുന്നു, അതിൻ്റെ ഉദാഹരണങ്ങളാണ് എൻ്റെ ഈ പ്രവർത്തനങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ചുരുക്കം. അടുത്ത വാക്യം, എങ്കിലും ഞങ്ങൾ സത്യസന്ധരാണ്. ഞങ്ങൾ സത്യസന്ധമായിട്ടാണ് എല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത്. ഞങ്ങൾ സത്യസന്ധരാണ്. ഞങ്ങൾ അറിയപ്പെടാത്തവരെ പോലെയാണ്, എന്നാലും ഞങ്ങൾ അറിയുന്നവരാണ്. അറിയപ്പെടാത്തവരെ പോലെ എന്ന് പറഞ്ഞാലേ, യഹൂദരായ ആൾക്കാർ പൗലോസിനെ പറയുന്നത് ചരിത്രത്തിലൊന്നും ഒരു വലിയ വ്യക്തിയൊന്നും അല്ലല്ലോ, ഒരു സാധാരണ മനുഷ്യൻ, ആരും അറിയാൻ വയ്യാത്ത ഒരു മനുഷ്യൻ ഇവിടെയൊക്കെ വന്ന് പുതിയ പുതിയ ആശയങ്ങളും ഒരു പുതിയ ദൈവത്തെക്കുറിച്ച് പറയുന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. അങ്ങനെ അറിയപ്പെടാത്ത ഒരാളാണെന്നും, എന്നാൽ പൗലോസ് പറയുന്നത് എന്നാൽ ഞങ്ങളെ എല്ലാവരും അറിയുന്നു. പൗലോസിൻ്റെ പ്രവർത്തനം നടന്ന പ്രദേശങ്ങളിൽ ക്രിസ്ത്യ വിശ്വാസികൾ ധാരാളം ഉണ്ടാകുകയും അവർ യഥാർത്ഥത്തിൽ പൗലോസിനെ വലിയ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാനങ്ങൾ കണക്കാക്കി വലുതായിട്ട് അംഗീകരിക്കുകയും ചെയ്തു. അറിയപ്പെടാത്തവനെ പോലെ ഇരിക്കുന്നുവെങ്കിലും അറിയുന്ന ആൾ തന്നെ എന്ന് പൗലോസ് സ്ഥാപിക്കുകയാണ്. സത്യസന്ധനാണ് എന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. മരിക്കുന്നവരെ പോലെയാണെങ്കിലും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു. ഞങ്ങൾ മരിക്കുന്നവരെ പോലെയാണ് കാണപ്പെടുന്നത്. എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് സഹിച്ചത്. ഒരിക്കൽ മരിച്ചു പോയി എന്ന് വിചാരിച്ച് ആൾക്കാരെ കൊട്ടയിൽ വെച്ച് ഇറക്കി മതിലിൻ്റെ അപ്പുറത്ത് പൗലോസിൻ്റെ കൂട്ടുകാർ, സ്നേഹിതർ ഇറക്കി വിട്ട സംഭവമുണ്ട്. മരിച്ചവനെ പോലെയായി. അത്രമാത്രം ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി സുവിശേഷത്തിന് വേണ്ടി സഹിക്കാൻ പൗലോസ് തയ്യാറാണ്. എങ്കിലും ജീവിക്കുന്നു, അല്ലാതെ മരിച്ചു പോയിട്ടൊന്നുമില്ല. പ്രവർത്തന നിരതനാണ്. ശിക്ഷിക്കപ്പെട്ടവരെ പോലെയാണെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല. എപ്പോഴും ശിക്ഷകളാണ്, പക്ഷേ വധിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം കൊണ്ട് പൗലോസിന് ഓർമ്മയുണ്ട്. അതെല്ലാവരെയും അറിയിക്കുകയാണ്. എന്നെ അങ്ങ് കൊന്നുകളഞ്ഞെന്നൊക്കെ ആൾക്കാർ വിചാരിക്കുന്നത്. ഇല്ല, ശിക്ഷിക്കപ്പെട്ടെങ്കിലും വധിക്കപ്പെട്ടിട്ടില്ല. ഒരു ശിക്ഷയെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികൾ 20 എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 20 പൗലോസ് പ്രസംഗിച്ച് നടക്കുമ്പോൾ ഒരു പിശാച് ബാധിച്ച ഒരു അടിമ പെൺകുട്ടി. ആ പിശാചിൻ്റെ പ്രത്യേകത ആൾക്കാരുടെ ഭാവി പറഞ്ഞ് ഓരോ നേട്ടം ഉണ്ടാക്കും. അതുകൊണ്ട് പണം സമ്പാദിക്കാൻ സാധിക്കും. പണസമ്പാദനത്തിനുള്ളൊരു ഉപാധിയായിട്ട് യജമാനന്മാരെ പെൺകുട്ടി ഉപയോഗിക്കുക. അപ്പോൾ ആ പെൺകുട്ടി പൗലോസിൻ്റെ പുറകെ എന്ന് പറയുന്നു, ഞങ്ങൾക്കറിയാം ഇവന് ദൈവത്തിൻ്റെ ദാസന്മാരാണ്. പൗലോസ് പല പ്രാവശ്യം പറഞ്ഞപ്പോൾ ഒരു അസഹ്യത തോന്നി. ആ പിശാചിനെ അവളുടെ ശരീരത്തിൽ നിന്ന് ഇറക്കി വിട്ടു. അപ്പോൾ ആ ഭാവി പറയാനുള്ള അവളുടെ ആ ഒരു പ്രത്യേകത നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ആ യജമാനന്മാർക്ക് നഷ്ടമായി. അതുകൊണ്ട് അവരെല്ലാവരും കൂടെ പൗലോസിനെയും കൂടെ പ്രവർത്തിച്ച സീലാസിനെയും പിടിച്ച് ബന്ധിച്ച് ന്യായാധിപന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. ബഹളം ഉണ്ടാക്കുന്നവർക്കൊക്കെ ശിക്ഷ കൊടുക്കുക, വിസ്തരിക്കാതെ തന്നെ അങ്ങ് ചെയ്യും. അവർ പറഞ്ഞു, അടി കൊടുക്കാൻ പറഞ്ഞു. ന്യായാധിപന്മാർ വസ്ത്രമൊക്കെ മാറ്റി അടിക്കാൻ പറഞ്ഞു.
പൗലോസിനെയൊക്കെ ധാരാളം അങ്ങ് അടിച്ച് രാത്രിയാകുന്നു, കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ പറഞ്ഞു. കാരാഗ്രഹത്തിൻ്റെ ഉള്ളറയിൽ അടച്ചു, കാലിനൊക്കെ ആമം വെച്ചു. പക്ഷേ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായിരുന്നു. രാത്രിയിൽ ദൈവദൂതൻ വന്ന് അവരെ അവിടെ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. അവരെ ലിഥിയായുടെ വീട്ടിലേക്ക് പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ശിക്ഷിക്കപ്പെടുകയാണ്, പക്ഷെ മരിക്കുന്നില്ല, വധിക്കപ്പെടുന്നില്ല. ഇതാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. മരിക്കുവാൻ വരെ തയ്യാറാണ്. ഞങ്ങൾ ദുഃഖിതരെ പോലെയാണെങ്കിലും സദാ സന്തോഷിക്കുന്നു. പുറമേ കാണുമ്പോൾ ദുഃഖിതരെ പോലെയാണ്, പക്ഷേ ഹൃദയത്തിൽ സന്തോഷം. യേശു പറഞ്ഞില്ലേ, എൻ്റെ സന്തോഷം നിങ്ങൾക്ക് ഞാൻ തരുന്നു. ലോകസംബന്ധമായി നോക്കുമ്പോൾ ധാരാളം ദുഃഖങ്ങളുണ്ട്. പൗലോസിനും ഉണ്ടായി. ക്രിസ്ത്യ വിശ്വാസികൾക്ക് അങ്ങനെ ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും. ബാഹ്യമായി ഒരു ലോകദൃഷ്ടിയാ നോക്കുമ്പോൾ ദുഃഖിതനാണെന്ന് തോന്നും, പക്ഷേ ഹൃദയത്തിൽ സന്തോഷിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും പൗലോസിലുണ്ട്. യേശു തന്നെ മരണത്തിന് മുമ്പ് പറഞ്ഞേച്ച് പോയത്, എൻ്റെ സന്തോഷം നിങ്ങളിലാകുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഒക്കെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ നിങ്ങളോട് പറയുന്നത്. നമ്മൾ സന്തോഷത്തിൽ ഇരിക്കുവാനാണ് ദുഃഖത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും അനുഭവങ്ങളിലും സന്തോഷമുള്ളവരായിരിക്കുവാൻ യേശു ക്രിസ്തു നമ്മളോട് പറയുന്നു. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് തന്നെ എഴുതിയിട്ടുണ്ട്, സന്തോഷിക്കുവീൻ, സന്തോഷിക്കുവീൻ, സന്തോഷിക്കുവീൻ. ദുഃഖങ്ങളുണ്ടായാലും സഹിച്ചു നിൽക്കാനുള്ള ആ ശക്തി കർത്താവ് നമുക്ക് തരും. ദരിദ്രരെ പോലെയാണെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നു. പൗലോസ് വലിയ ധനവാനല്ല, ദരിദ്രനെ പോലെ ജീവിച്ചു. കാരണം ക്രിസ്ത്യ പഠിപ്പിക്കൽ അനുസരിച്ച് സമ്പത്തുള്ളവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. പണത്തെയും ദൈവത്തെയും കൊണ്ട് സേവിക്കാൻ കഴിയുകയില്ല. ഇതൊക്കെ യേശു പറഞ്ഞ കാര്യങ്ങളാണ്. നിങ്ങളുടെ നിക്ഷേപം എവിടെയിരിക്കുന്നോ അവിടാണ് നിങ്ങളുടെ ഹൃദയം. അതുകൊണ്ട് ദരിദ്രരായിട്ടിരിക്കുവിൻ, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇങ്ങനെയൊക്കെയല്ലേ കർത്താവ് പഠിപ്പിച്ചത്. അപ്പോൾ പൗലോസ് ഒരു ദാരിദ്ര്യ ജീവിതമാണ് ഈ ലോകത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നടത്തിയത്. അപ്പോൾ ദരിദ്രനാണ്. തൻ്റെ നിത്യജീവിത ചെലവുകൾക്കുള്ളത് പൗലോസ് ജോലി ചെയ്ത് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് പ്രതിഫലം വാങ്ങിച്ച് ഉപജീവനം നടത്തുകയായിരുന്നു. എന്നാൽ അനേകരെ സമ്പന്നരാക്കുന്നു. പൗലോസിൽ ഇരിക്കുന്ന ദൈവിക ജ്ഞാനം, സുവിശേഷത്തിൻ്റെ അറിവ് ലോകജനതകളോടെല്ലാം പ്രസംഗിച്ച് അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് സ്വർഗരാജ്യത്തിലേക്ക് അവകാശികളാകുവാനും അങ്ങനെ ആത്മീയമായി സമ്പന്നരാക്കുവാനും പൗലോസ് ഇടയ്ക്ക് നിന്ന് സഹായിക്കുകയാണ്. പൗലോസ് ദരിദ്രൻ, പക്ഷേ അനേകരെ സമ്പന്നരാക്കുന്നു ആത്മീയമായി. അവർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ഇടവരുത്തുവാൻ പൗലോസ് പരിശ്രമിച്ചു. അതാണ് പൗലോസ് പറയുന്നത്, ഞാൻ ദരിദ്രനാണ്, പക്ഷേ അനേകരെ സമ്പന്നരാക്കുന്നു. ഒന്നുമില്ലാത്തവനെ പോലെയാണെങ്കിലും എല്ലാം ആർജിച്ചിരിക്കുന്നു. പൗലോസിനെ സംബന്ധിച്ച് ഒന്നുമില്ല, ദരിദ്രൻ, പക്ഷേ എല്ലാം ആർജിച്ചിരിക്കുന്നു. അതൊരു ക്രിസ്ത്യ വിശ്വാസിയുടെ ഉറപ്പാണ്. ഒന്നുമില്ലാത്തവനെ പോലെയാണ് കാണപ്പെടുന്നത്, പക്ഷേ എല്ലാം ഉള്ള അപ്പനാണ്, ദൈവമാണ് പിതാവ്. പിതാവിൻ്റെ കയ്യിൽ ഇരുന്നാൽ മതിയല്ലോ സമ്പത്തെല്ലാം. അതാർക്കുള്ളതാ? മക്കൾക്കുള്ളതാ. അപ്പോൾ എൻ്റെ പിതാവിന് എല്ലാം ഉണ്ട്, സമ്പന്നനാണ്, എല്ലാം ആർജിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. ദരിദ്രനെ പോലെ ഞാനിങ്ങനെ ഈ ലോകത്തെ ജീവിക്കുന്നു, പക്ഷേ എൻ്റെ അപ്പൻ ഇതെല്ലാം ഉണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം ആർജിച്ചിരിക്കുന്നു എന്ന് പൗലോസ് പറഞ്ഞു. അല്ല, നമുക്കും പറയാൻ സാധിക്കും, എൻ്റെ പിതാവ്
ദൈവമാണെങ്കിൽ എനിക്കും ധൈര്യസമേതം പറയാം, ഞാൻ ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്തവനാണ്, പക്ഷെങ്കിൽ ഞാൻ എല്ലാം ആർജിച്ചിരിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ പേരിലായി കിടക്കുന്നതെല്ലാം. അതിൻ്റെ അവകാശം എനിക്കുണ്ട്. ഈ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. 11-ാം വാക്യം, കൊറിന്തോസ്കാരെ, ഞങ്ങൾ നിങ്ങളോട് വളരെ തുറന്ന് സംസാരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം നിങ്ങളെ തുറന്ന് കാണിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കൊറിന്തോസ്കാരെ നിങ്ങളോട് തുറന്ന് സംസാരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയം നിങ്ങളെ തുറന്ന് കാണിക്കുകയും ചെയ്യുന്നു. തുറന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ ഒരു വലിയ പ്രകടനമാണ്. എല്ലാവരോടും എല്ലാം നമ്മളാരും പറയാറില്ലല്ലോ. വളരെ സ്നേഹം കാണിക്കുന്ന, ഇങ്ങോട്ട് സ്നേഹിക്കുകയും അങ്ങോട്ട് സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ എല്ലാം അങ്ങ് രഹസ്യങ്ങൾ പോലും തുറന്ന് പറയുവാൻ സാധ്യതയുണ്ട്. പൗലോസ് പറയുന്നത്, ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് പറയുന്നു. എത്രമാത്രം സ്നേഹമാണ് നിങ്ങളോട് ഞാൻ കാണിച്ചത് എന്നാണ്. യഥാർത്ഥത്തിൽ പൗലോസ് 1.5 വർഷക്കാലം കൊറിന്തോസിൽ പ്രവർത്തിച്ചതാണ്. എഫേസോസിൽ 2 വർഷത്തിൽ കൂടുതൽ, 3 വർഷത്തോളം പ്രവർത്തിച്ചു. അതായിരുന്നു കൂടുതൽ ദീർഘമായ കാലയളവ് പൗലോസിൻ്റെ പ്രവർത്തനത്തിൽ ഒരിട സ്ഥലത്ത്. കൊറിന്തോസിൽ 1.5 വർഷം പ്രവർത്തിച്ചു. അവരോടുള്ള സ്നേഹം ചെറുതല്ല. അവരെ വളർത്തിയൊരു സഭ, കൊറിന്ത്യയുടെ ആ സാഹചര്യവും സംസ്കാരവും ഒക്കെ അനുസരിച്ച് ഒരു സഭയുണ്ടാക്കാൻ വലിയ പ്രയാസമുള്ളൊരു സ്ഥലമാണ്. പക്ഷേ അവിടെ ഇതെല്ലാം ദൈവത്തിൻ്റെ ആ ശക്തിയിൽ ആശ്രയിച്ച് ഒരു സഭ സ്ഥാപിക്കുവാനും വളർത്തുവാനും പൗലോസിന് സ്ഥാപിച്ചു. അവരോട് തുറന്ന് സംസാരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ്. അങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ കൂടുതൽ ആർദ്രതയുണ്ടാകാനും അവരോട് എല്ലാം തുറന്ന് പറയാനും സാധ്യത കൂടുകയാണ്. 12-13 വാക്യങ്ങൾ, ഞങ്ങൾ മുഖാന്തരമല്ല നിങ്ങൾ ഞെരുങ്ങുന്നത്, നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ഞെരുങ്ങുന്നത്. മക്കളോട് എന്ന പോലെ ഞാൻ പറയുന്നു, നിങ്ങളും ഞങ്ങളുടെ ഹൃദയം തുറന്ന് പെരുമാറുവീൻ. ഞങ്ങൾ നിങ്ങളോട് ഹൃദയം തുറന്നാണ് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ആ ഒരു തുറവി കാണുന്നില്ല എന്നെനിക്കൊരു സംശയമുണ്ട്. ചിലരെങ്കിലും ആ വലിയ സ്നേഹത്തിൽ പങ്കുചേരുന്നില്ല. ഞങ്ങൾ മുഖാന്തരമല്ല നിങ്ങൾ ഞെരുങ്ങുന്നത്, നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ഞെരുങ്ങുന്നത്. നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ഞെരുങ്ങുന്നത് എന്നതിൻ്റെ ലിറ്ററൽ മീനിങ്, അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഉദരത്തിലാണ് ഞെരുങ്ങുന്നത് എന്നാണ് ആ വാക്ക്. ഇപ്പോഴത്തെ നമ്മുടെ ഭാഷയനുസരിച്ച് നിങ്ങൾ നിങ്ങളിൽ തന്നെ ഞെരുങ്ങുന്നു എന്ന് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഉദരത്തിൽ നിങ്ങൾ ഞെരുങ്ങുന്നു എന്നാണ് അക്ഷരാർത്ഥം. അതിൻ്റെ കാരണം, ആ കാലഘട്ടത്തിലൊരു ചിന്തയുണ്ട്. സ്നേഹത്തിൻ്റെ ആ ഇരിപ്പിടമെന്ന് പറയുന്നത് ഉദരകോശങ്ങളാണ്. ഇന്ന് നമ്മൾ ആ സ്ഥാനത്തുള്ള ഹൃദയം എന്നാണ് പറയുന്നത്. ഹൃദയം കൊണ്ട് സ്നേഹിക്കണം. നമുക്കും അറിയാം, ഹൃദയം എന്ന് പറയുന്ന ഒരു അവയവമാണ്. സ്നേഹം അങ്ങനെ ഇരിക്കുമല്ല, അത് നമുക്ക് മൊത്തത്തിലുള്ളൊരു കാര്യമാണ്. ആ കാലഘട്ടത്തിൽ സ്നേഹത്തിൻ്റെ ആ ഇരിപ്പിടം എന്ന് പറയുന്നത് വയറാണെന്നാണ് വിചാരിക്കുന്നത്, വയറിലെ കോശങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഞെരുങ്ങുന്നത് നിങ്ങളുടെ ഉദരത്തിൽ തന്നെയാണ്. ഇന്നത്തെ ട്രാൻസ്ലേഷൻ അനുസരിച്ച് നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ഞെരുങ്ങുന്നത്. അപ്പോൾ നിങ്ങളുടെ കുറ്റം കൊണ്ടാണ് നിങ്ങൾക്ക് സ്നേഹത്തിൻ്റെ കുറവ്, എന്നോട് കാണിക്കേണ്ട സ്നേഹത്തിൻ്റെ കുറവ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മക്കളോട് എന്ന പോലെ ഞാൻ പറയുന്നു, നിങ്ങളും ഞങ്ങളുടെ ഹൃദയം തുറന്ന് പെരുമാറുവീൻ. ഞാൻ പിതാവും നിങ്ങൾ മക്കളും ആ ലെവലിലാണ്, ആ രീതിയിലാണ് ഞാൻ പെരുമാറിയിട്ടുള്ളത്. അപ്പം നിങ്ങളും എന്ത് ചെയ്യണം? ഞങ്ങളോട് ഹൃദയം തുറന്ന് സംസാരിക്കണം. ഒരു പിതാവിനോട് പറയാവുന്നതുപോലെ എന്നോട് പറയാം, ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഹൃദയം തുറന്ന് സംസാരിക്കുകയും, എന്താ സംസാരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം സ്നേഹം പ്രകടിപ്പിക്കണം. അതാണ് ഈ സംസാരിക്കുന്നതിൻ്റെ, ഈ സ്നേഹമുള്ളവരോടാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ സംസാരിക്കാനൊക്കെ വിമുഖത കാണിക്കും. അത് ഹൃദയം തുറന്ന് പറയുന്നത് അത്ര സ്നേഹമുള്ളവരോടാണ്, ഉറ്റ സ്നേഹിതരോട് മാത്രം പറയുന്ന കാര്യമാണത്. അങ്ങനെ നിങ്ങൾ സംസാരിക്കുവിൻ.
ഇനിയും 14-ാം വാക്യത്തിൽ പൗലോസ് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ട് ചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണ് ഉള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണ് ഉള്ളത്? നിങ്ങൾ കൂടരുത്. ആരുമായിട്ട്? അവിശ്വാസികളുമായി കൂട്ടുകൂടരുത്. അല്ല, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അവിശ്വാസികളുമായിട്ട് നമുക്ക് ഒന്നും പങ്കുപറ്റാൻ പാടില്ലേ എന്നൊരു സംശയം ഉണ്ടാകും. ലേവ്യ പുസ്തകത്തിൽ 19-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുവിൻ. ഒരു മൃഗത്തെ മറ്റിനത്തിൽപ്പെട്ട മൃഗവുമായി ഇണചേർക്കരുത്. വയലിൽ വിത്തുകൾ കലർത്തി വിതയ്ക്കരുത്. ചണവും കമ്പിളിയും ചേർത്ത് നെയ്തെടുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും അരുത്. നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുകൂടരുത് എന്നുള്ള വാക്കിന് ഹെറ്റെറോസൈഗോൺസ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ വാക്കിൻ്റെ അർത്ഥം വ്യത്യസ്ത ഇനത്തിൽപ്പെട്ട മൃഗങ്ങളെ ഒരു നുകത്തിന് കീഴിൽ കെട്ടി പാടം ഉഴരരുത് എന്നതിൻ്റെ അർത്ഥം. 2 കാള ആകാം, ഒരു കാളയും വേറൊരു ജീവിയും കൂടെ ചേർത്ത് അങ്ങനെ പാടം ഉഴരരുത്. അതുതന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്രിസ്ത്യാനിയും ഒരു അവിശ്വാസിയും ഒന്നിച്ച് ആരാധനയിൽ പങ്കെടുക്കേണ്ട കാര്യം ഒരു കൂട്ടായ്മയായിട്ട് പോകാനൊക്കത്തില്ല. കാരണം ക്രിസ്ത്യ വിശ്വാസി അവൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ മകനായി വീണ്ടും ജനിച്ചിരിക്കുക. ഒരർത്ഥത്തിലൊരു പുതിയ ഇനം എന്ന് പറയാം. അത് മറ്റേതും കൂടെ ചേർന്ന് ആരാധിക്കരുത്. അവരുടെ വിഗ്രഹങ്ങളിൽ നമ്മൾ പോയി പൂടണ്ട, അവരുടെ വിഗ്രഹങ്ങളെ നമ്മൾ തൊട്ട് വന്നിക്കണ്ട. ഒരു പൊതു ആരാധനയൊന്നും ആവശ്യമില്ല. കാര്യം എല്ലാം ദൈവമാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അർത്ഥമില്ല. അവരൊരു വേറൊരു ദൈവത്തെ വിശ്വസിക്കുന്നു. അവർ വേറെ ദേവന്മാർക്കും ദൈവമാരും ഒക്കെ അവർക്കുണ്ട്. അവരുടെ ക്രമം അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല. അങ്ങനെ ഒരു കൂട്ടുകെട്ട് ആവശ്യമില്ല എന്ന് നമ്മൾ ധരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വിത്തുകളെ കലർത്തി വിതയ്ക്കരുത്. ചണവും കമ്പിളിയും ചേർത്ത് നെയ്തെടുത്ത വസ്ത്രം നിങ്ങൾ ധരിക്കരുത്. നിയമാവർത്തനം 22:10 ആ വാക്യം ഞാൻ വീണ്ടും വായിച്ച് കേൾപ്പിക്കാം. കാളയെയും കഴുതയെയും ഒരുമിച്ച് പൂട്ടി ഉഴരുത്. വ്യത്യസ്തമാണ് രണ്ടും എന്നുള്ളത് മനസ്സിലാക്കിക്കോണം. 2 യോഹന്നാൻ്റെ 10-ാം വാക്യം, ഒരു അധ്യായമേ 2 യോഹന്നാൻ 10-ാം വാക്യം, ക്രിസ്തുവിൻ്റെ പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത് എന്ന് മനസ്സിലാക്കണം. എല്ലാം അങ്ങ് ശരിയാണ് എന്ന് വിചാരിക്കരുത്. നമ്മൾ ഭാരതത്തിൽ ജീവിക്കുമ്പോൾ ഹിന്ദു മതക്കാർ ധാരാളമുണ്ട്. അവരുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം അംഗീകരിച്ച് സാംസ്കാരിക അനുരൂപണമാണ് എന്നൊന്നും പറഞ്ഞ് കൂട്ടുകൂടരുത്. അത് കൂട്ടുകൂടരുതെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം. വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ 2 ഇനമാണെന്ന് തന്നെ നമ്മളൊക്കെ മനസ്സിലാക്കണം. ആരാണ് വിശ്വാസി? യേശു കർത്താവ് തന്നെ ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 17:8. യേശു കർത്താവ് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലെ ഒരു വാക്യമാണ്. അങ്ങ് എനിക്ക് നൽകിയ വചനം
ഞാൻ അവർക്ക് നൽകി. അവർ അത് സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നു എന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്തു. വിശ്വസിക്കുന്ന ഒരു ഗണത്തെയാണ് വിശ്വാസികളെന്ന് പറയുന്നത്. എന്താണ് അവർ വിശ്വസിക്കുന്നത്? നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് നൽകി. അപ്പം പിതാവായ ദൈവം തന്ന് അയച്ച് ജനങ്ങൾക്ക് കൊടുത്ത വചനങ്ങളുണ്ട്. അപ്പൊസ്തോലൻ, അയക്കപ്പെട്ടവൻ എന്നാണ് മിശിഹ എന്ന വാക്കിൻ്റെ അർത്ഥം. പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ടവൻ. ദൈവത്തിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ വചനം ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അത് വിതയ്ക്കുകയാണ്. ഞാൻ അവർക്കത് നൽകി. എല്ലാവരും സ്വീകരിച്ചോ? അതുകൊണ്ട് ഇവരൊക്കെ സ്വീകരിച്ചു. ശിഷ്യന്മാരുടെ കുറച്ച് എല്ലാവരും സ്വീകരിച്ചില്ല, പക്ഷേ കുറേ പേരൊക്കെ സ്വീകരിച്ചു. അത് അവർ സ്വീകരിക്കുകയും ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നുവെന്ന് സത്യമായി അറിയുകയും. ആ ഒരു വലിയ അറിവ് അവർക്കുണ്ട്. ഞാൻ അങ്ങയുടെ അടുക്കൽ നിന്ന് വന്നു എന്നവർ സത്യമായിട്ട് അറിയുന്നു. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒരറിവാണ്. അതറിയണം. അത് പ്രധാനപ്പെട്ട സംഗതിയാണ്. ആരാണ് യേശു? ആരാണ് യേശു മിശിഹ? അതൊരു വലിയ പ്രവർത്തകനാണ്, സാമൂഹ്യ പ്രവർത്തകൻ. എന്തെല്ലാം അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വലിയ ദൈവശക്തിയൊക്കെ എൻ്റെ ആ തിരുപ്പുണ്ട്. അങ്ങനെ പറഞ്ഞാൽ പോരാ. അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാർ ഈ ലോകത്തിൽ ഇങ്ങനെ കാണിക്കും. അതല്ല. പിന്നെയോ പുത്രനായ ദൈവം മനുഷ്യനായി നമ്മുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. പിതാവിനാൽ അയക്കപ്പെട്ടവൻ എന്ന് ഉള്ള സത്യം വിശ്വസിക്കണം. അവർ അത് വിശ്വസിച്ചിരിക്കുന്നു. ആരെ? ശിഷ്യന്മാരുടെ കാര്യമാണ് എന്നാണ് യേശു പറഞ്ഞത്. നിക്കോദിമോസ് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നില്ലേ? എന്തിനാ ഈ വലിയ പണ്ഡിതനും ഗുരുവൊക്കെ ആയിരിക്കുന്ന സെനഗദ്രീൻ സംഘത്തിൻ്റെ വലിയ ഒരു ശ്രേഷ്ഠ വ്യക്തിയുമായിരിക്കുന്ന ആൾ യേശുവിൻ്റെ അടുത്തേക്ക് മറ്റാരും കാണാതെ രാത്രിയിൽ വന്നത്? നിക്കോദിമോസിനെ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന നിക്കോദിമോസ് എന്നാ വിശേഷിപ്പിച്ചിരിക്കുന്നത് തന്നെ. എന്താണ് എൻ്റെ കാരണം? നിക്കോദിമോസ് തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട്, നീ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവൻ വന്നവനാണ്. അല്ലായിരുന്നെങ്കിൽ നീ ചെയ്യുന്ന ഈ അത്ഭുത പ്രവർത്തനങ്ങൾ വേറാർക്കും ചെയ്യുവാൻ സാധ്യമല്ല. ഞാനത് വിശ്വസിക്കുന്നു. പരസ്യമായിട്ടത് ഏറ്റു പറയാൻ അന്ന് ധൈര്യം വന്നില്ല എന്നുള്ളത് ശരിയാണ്. എങ്കിലും അവൻ്റെ വിശ്വാസത്തെ മറച്ചു വെക്കുവാൻ അവന് സാധിച്ചില്ല. രാത്രിയിൽ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. നീയാണ് സത്യമായും പിതാവിനാൽ ദൈവത്താൽ അയക്കപ്പെട്ടവനെന്ന് എനിക്കറിയാം. പിതാവിനാൽ അയക്കപ്പെട്ടവൻ അല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ ആർക്കും ചെയ്യുവാൻ സാധിക്കത്തില്ല. വലിയ ഒരു നവജീവൻ്റെ വാർത്ത നിക്കോദിമോസിനോടാണ് യേശു പറഞ്ഞത്. പോരാ നിക്കോദിമോസെ എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. നീ ഇത്രയൊക്കെ വിശ്വസിച്ചു, രക്ഷ പ്രാപിക്കണമെങ്കിലോ വീണ്ടും ജനിക്കണം. നീ ഇപ്പോൾ ആയിരിക്കുന്നു, ഒരു സത്യം നീ അറിയുന്നു, പോരാ, നീ വീണ്ടും ജനിക്കണം. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ ആർക്കും സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക സാധ്യമല്ല. പരിശുദ്ധ ആത്മാവ് ആകുന്ന ആ ബീജത്താൽ വീണ്ടും ജനനം നടക്കണം. വ്യത്യസ്തമാകും നമ്മുടെ ജീവിത പ്രവർത്തനങ്ങൾ, ജീവിത ശൈലികൾ, വാക്കുകൾ, പെരുമാറ്റ രീതിയിൽ, വിശ്വാസ സത്യങ്ങളുള്ള ഉറപ്പ്, എല്ലാത്തിലൊരു മാറ്റം വരും. അതുകൊണ്ടാണ് വ്യത്യസ്തമായ ഇനം എന്ന് മുമ്പേ പറഞ്ഞത്, വിശ്വാസികൾ. അപ്പം എന്താണ് വിശ്വസിക്കുന്ന ഒന്ന്, നീ സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടവൻ എന്ന് സത്യമായി അറിയുകയും അങ്ങ് എന്നെ അയച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്തു. വിശ്വസിക്കണമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാ. എന്തെങ്കിലുമൊക്കെ വിശ്വാസം എന്നല്ല എൻ്റെ അർത്ഥം. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വിശ്വാസം, അവനാരാണെന്നുള്ള വിശ്വാസം, അവനാണ് അയക്കപ്പെട്ടവൻ പിതാവിനാൽ നമ്മുടെ മാനവരാശിക്ക് വേണ്ടി പാപപരിഹാരമായി അറക്കപ്പെടുവാനുള്ള കുഞ്ഞാട് അവനാണെന്നുള്ള വിശ്വാസം. അപ്പോഴൊരു വ്യത്യാസമുണ്ട്. എല്ലാ മനുഷ്യരുടെയും കൂടെ ഒന്നിച്ച് അങ്ങനെ വിലസുക എന്നുള്ളതല്ല, നല്ലവരായിട്ടൊക്കെ ഒന്ന് ജീവിക്കുക എന്നുള്ളതിലല്ല.
പിന്നെയോ ഒരു പുതുജീവൻ പ്രാപിക്കണം. ക്രിസ്തുവിലാകുക എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജീവിതം, ഒരു പുതിയ ഉണർവ്, പുതിയൊരു വിശ്വാസത്തിൽ ഉറച്ച് മാറ്റം വരിക, പഴയ പാപത്തിൻ്റെ മനുഷ്യനെ ഉരിഞ്ഞ് കളഞ്ഞ് യേശുക്രിസ്തുവിനെ ധരിക്കുക. ഇതൊക്കെ അതിൻ്റെ അർത്ഥം. പത്രോസ് തന്നെ ഇങ്ങനെ ഒരിക്കൽ വാചകം പറഞ്ഞിട്ടുണ്ട്. പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗം പെന്തക്കോസ്തായുടെ ദിവസം പ്രസംഗിച്ചപ്പോൾ അനേകരുടെ ഹൃദയങ്ങളിൽ ആ വചനങ്ങൾ അങ്ങ് കൊള്ളുകയാണ്. ഇന്നൊക്കെ നമുക്കറിയാം, ഈ പ്രസംഗം എന്നൊക്കെ പറഞ്ഞാൽ ഹൃദയത്തെ അങ്ങോട്ട് സ്പർശിക്കുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ കുറവായതുകൊണ്ടായിരിക്കാം. ഹൃദയം സ്പർശിച്ച് ജീവിതത്തിന് മാറ്റം വന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിക്കത്തക്കവണ്ണമായി തീരുമ്പോഴാണ് അവൻ വിശ്വസിച്ചു എന്ന് പറയുന്നത്. ഈ ദൈവവചനമെന്ന് പറയുന്നത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. അത് ഹൃദയത്തിൽ പതിക്കണം, വേണ്ടാത്തതിനെയൊക്കെ വെട്ടി ദൂരെ എറിയണം, ഒരു പുതു ജീവിതം തന്നെ ഉണ്ടാകണം. പത്രോസ് പ്രസംഗിച്ചപ്പോൾ, പെന്തക്കോസ്ത് നാളിൽ പ്രസംഗിച്ചപ്പോൾ അന്ന് 5000 പേര് ക്രിസ്ത്യ വിശ്വാസികളായി തീർന്നു. പലരും വന്ന് പത്രോസിനോട് ചോദിക്കുമോ, ഞങ്ങൾ എന്ത് ചെയ്യണം? അല്ല, നിൻ്റെ വചനങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞു, ഒരു വ്യത്യാസവും ഒരു ഉണർവും, ഞങ്ങൾക്കൊരു പാപത്തെക്കുറിച്ചൊരു പശ്ചാത്താപം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്താ ഞങ്ങൾ ചെയ്യേണ്ടത്? ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം? പത്രോസ് പറഞ്ഞ വാചകം ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ, ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ. ഈ ദുഷിച്ച തലമുറയിൽ നിന്ന് നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ഒരു പ്രത്യേക തലമുറ, ദുഷിച്ച തലമുറ. എല്ലാവരുടെയും കൂടെ അങ്ങ് ജീവിക്കാൻ ഒക്കുമെന്ന് ചോദിച്ചാൽ അവരുടെ ഇടയിലാണ് നമ്മളായിരിക്കുന്നത്. ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് യേശുവിൻ്റെ ഒരു വാചകമുണ്ട്. ചെന്നായ്ക്കളുടെ ഇടയിൽ നമ്മൾ താമസിക്കുന്നു. ദുഷിച്ച തലമുറയുടെ ഇടയിൽ നിങ്ങൾ താമസിക്കുന്നു. പക്ഷെങ്കിൽ നിങ്ങളെ തന്നെ രക്ഷിക്കുവിൻ. നിങ്ങളെ തന്നെ നിങ്ങൾ രക്ഷിക്കണം എന്ന് പത്രോസ് അവരോട് പറയുകയാണ്. അവർ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യുവാനല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു മാറ്റത്തിൻ്റെ ആഹ്വാനമാണത്. 15-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണ് ഉള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിൽ ഉള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? ബലിയാൽ എന്ന് പറഞ്ഞാൽ യഹൂദരുടെ ഇടയിലെ സാഹിത്യത്തിൽ അവരുപയോഗിച്ചിരിക്കുന്നൊരു വാക്കാണ്, ഗുരുക്കന്മാരുടെ വാക്കുകളല്ല. ബലിയാൽ, അത് വാക്കിൻ്റെ അർത്ഥമായിട്ട് വെർത്തിൽനെസ്, ഒരു ഗുണമില്ലാത്ത വസ്തു എന്നുള്ള അർത്ഥത്തിലാണ്. പിശാചിനെ ഉദ്ദേശിച്ച് അവർ പറയുന്നതാണ്. ഇപ്പോൾ ആ വാചകത്തിന് ലോകാന്ത്യത്തിൽ അന്ത്യക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശക്തി എന്നുള്ളൊരർത്ഥത്തിൽ അത് എടുക്കാം, അല്ലെങ്കിൽ തിന്മകളുടെ ഒരു മൂർത്തി എന്നൊക്കെയുള്ള അർത്ഥം എടുക്കാം. ബലിയാർ എന്ന് പറയാറുണ്ട്, ബലിയാലെന്ന് എഴുതും. സ്പെല്ലിങ്ങിലൊക്കെ ഒരല്പം വ്യത്യാസമുണ്ട്. BELIYAL എന്ന് എഴുതാറുണ്ട്, ഒരേ മാത്രം വെച്ച് അങ്ങനെ എഴുതാറുണ്ട്. ബലിയാലെന്ന് തന്നെ ഉച്ചരിക്കും. ഒരു തിന്മയുടെ മൂർത്തി ഭാവം എന്ന് വേണം നമുക്ക് എടുക്കാൻ. അത് യഹൂദരുടെ സെക്യുലർ സാഹിത്യങ്ങളിൽ ആ വാക്ക് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ക്രിസ്തുവിനെ ബലിയാലുമായി, നമ്മൾ പിശാചുമായി എന്ന് ചിന്തിച്ചാൽ മതി, എന്ത് യോജിപ്പാണ് ഉള്ളത്?
വിശ്വാസിക്ക് അവിശ്വാസിയുമായി പൊതുവിലുള്ളത് എന്താണ്? ഈ യോജിച്ച് ഓരോന്ന് ചെയ്യാം. ഏത് വിശ്വാസികളാണെങ്കിലും ഏത് മതവിശ്വാസികളാണെങ്കിലും യോജിച്ച് ചില കാര്യങ്ങൾ ചെയ്യാം എന്ന് വിചാരിക്കും. അവർ വിശ്വസിക്കുന്ന ദൈവവും നമ്മൾ വിശ്വസിക്കുന്ന ദൈവവും എല്ലാം ദൈവം അല്ലയോ, എന്നാൽ നമുക്ക് ഒന്നിച്ചിരുന്നങ്ങ് പ്രാർത്ഥിക്കാം. പൊതു ആരാധന പാടില്ല. ആരുമായിട്ട്? മറ്റ് വിശ്വാസികളുമായിട്ട്. അവർ ഏത് ദൈവത്തെ ആരാധിക്കുന്നുവോ ആ ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ജീവനുള്ള സജീവനായ ദൈവം, നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുന്നത് നമ്മൾ പറയാറുള്ള വാക്കുകൾ അബ്രാഹത്തിൻ്റെ ദൈവം, ഇസ്ഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, ജീവനുള്ളവരുടെ ദൈവം, ജീവനുള്ളവനായ ദൈവം. ഇങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഉണ്ടാക്കി വെക്കുന്ന വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ മറ്റേ ദേവന്മാരോ നമ്മുടെ ഭാവനയിൽ വരുന്ന ദൈവങ്ങളോ ഒന്നും അല്ല ദൈവം. അത് നമ്മൾ ഓർക്കണം. ഇനി പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവത്തിലാണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. തൃത്വ രൂപങ്ങൾ പറയുന്ന ചില മതങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്യങ്ങളല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഓംകാരം എന്നുള്ള പ്രയോഗമൊന്നും ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയിൽ വരാൻ പാടില്ല. അത് അവരുടെ ചിന്തയനുസരിച്ച്, ആ മതങ്ങളിലെ ചിന്തയനുസരിച്ച് ഉണ്ടാക്കിയ വാക്കുകളാണ്. അവരുടെ ചിന്തയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള അർത്ഥമല്ല നമ്മൾ തൃത്വം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഓംകാരം, ഓം പൊരുളെ എന്നൊക്കെ പറഞ്ഞ് സഹായിക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന എല്ലാം ഒന്നാന്നും പറഞ്ഞ് പ്രാർത്ഥന നടത്താൻ പാടില്ല. ആ വിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? അങ്ങനെയൊന്നും പൊതുവിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിശ്വാസിക്ക് അവിശ്വാസമായി എന്താണ് പൊതുവിലുള്ളത്? അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ ഹിന്ദുക്കളുടെ ഇടയിൽ ഭാരതത്തിലായതുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ട് ഹിന്ദുക്കളുടെ ചില അന്ധവിശ്വാസങ്ങളൊക്കെ ക്രിസ്ത്യാനിയുടെ ഇടയിലേക്ക് കടന്ന് കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് വിചാരിക്കണം. അന്ധവിശ്വാസങ്ങളൊന്നും സ്വീകരിക്കാൻ പാടില്ല. കൈ നോക്കുക, ഭാവി പറയുക, ഈ നാള് നോക്കുക, നാളെ മുഹൂർത്തം നോക്കുക, ഒരു മുഹൂർത്തം നോക്കി സമയം വിവാഹത്തിന് നിശ്ചയിക്കുക, ഇതൊന്നും പാടില്ലാത്തതാണ്. കാരണം ബൈബിളുമായിട്ട് പൊരുത്തപ്പെടാത്തതാണ്. എന്താണ് പൊതുവിലുള്ളത് അതൊന്നും നമ്മൾ പാടില്ല. ഇനി ഓണാഘോഷം ദേവാലയത്തിൻ്റെ മുറ്റത്ത് അത്തപ്പൊഴിയിലൊക്കെ നടത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോണം. അത്തമെന്ന് പറയുന്നൊരു നാളാണ്, തിരുവോണം എന്ന് പറയുന്നൊരു നാളാണ്. നാളിൽ തന്നെ വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ അത്തപ്പൂവിടിയിൽ മത്സരം ദേവാലയത്തിൻ്റെ മുറ്റത്ത് വെച്ച് ഈ സംഘടനകളുടെ പേരിലൊക്കെ നടത്തുന്നത് ഉചിതമാണോ ശരിയാണോ എന്ന് ഒരു പുനർവിചിന്തനം ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് വേറൊരു ചടങ്ങാണ് വിദ്യ ആരംഭത്തിന്, വിദ്യയ്ക്ക് ആരംഭം കുറിക്കാൻ. ചിലരൊക്കെ അങ്ങ് ഹിന്ദു ആചാര്യന്മാരുടെ അടുത്ത് പോലും ചെന്ന് ഞങ്ങളുടെ കുട്ടിയെ എഴുത്തിനിരുത്തണം, കയ്യെ പിടിച്ചെഴുതണം എന്നൊക്കെ പറഞ്ഞ് എഴുത്തിനിരുത്തുന്നുണ്ട്. അങ്ങനെ ഹരിശ്രീ നാരായണ നമോ എന്നൊക്കെ എഴുതുന്നവരും ഉണ്ട്. ഇങ്ങനെയൊക്കെ എഴുതിയാൽ വിശ്വാസമാണോ? ഇതാണോ നമ്മുടെ ക്രിസ്ത്യ വിശ്വാസം? യേശു ക്രിസ്തു അല്ലാതെ വേറെ ദൈവമില്ലെന്നും അവനാണ് നമ്മുടെ രക്ഷകനെന്നും വിശ്വസിക്കുമ്പോൾ ഇങ്ങനെല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മൾ ഓർക്കണം. മറ്റ് ആൾക്കാരുടെ അടുത്ത് ചെന്ന് എൻ്റെ കുഞ്ഞിനെ കൂടെ എഴുത്തിനിരുത്ത്, ആ എഴുത്തിൻ്റെ അവർ നിശ്ചയിക്കുന്ന ഡേറ്റും ടൈം വെച്ച് നമ്മൾ ചെന്ന് അവിടെ ചെന്ന് മുട്ടുകുത്തി അവർ പറയുന്ന പോലെയൊക്കെ എഴുതിപ്പിച്ച് പോരുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. എന്താണ് പൊരുത്തമുള്ളത് നമ്മൾ തമ്മിൽ എന്ന് ഈ പൗലോസ് അന്നേ ചോദിച്ചിരിക്കുകയാണ്. പാടില്ല 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 എന്ന് ഓർക്കണം. ഈ ഓണത്തിനുസമയത്ത് ഈ മാവേലിയുടെ രൂപമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്ന ചില രീതികളൊക്കെ അവിടെ ഇവിടെയൊക്കെ കണ്ടുവരുന്നതായിട്ട് നമുക്കറിയാം. നിയമാവർത്തനം ഇന്നല്ല പണ്ടേ ദൈവം അത് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് പണ്ടേ അറിയാമല്ലോ. നിയമാവർത്തനം 12-ന്റെ 31-32 വാക്യങ്ങൾ ഞാൻ വായിക്കാം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ അവരെ എന്ന് പറഞ്ഞാൽ യഹൂദരല്ലാത്ത മറ്റ് വിശ്വാസികൾ, വിജാതീയരെ അനുകരിക്കരുത്. അവരങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യണ്ട. അത് അവരുടെ ചിന്തയും അവരുടെ രീതിയും അനുസരിച്ചൊക്കെ അവർ ചെയ്യുന്നതാണ്. അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന തത്വങ്ങളൊക്കെ അനുസരിച്ചും വിശ്വാസം അനുസരിച്ചും ചെയ്യുന്നതാണ്. അവരെ അനുകരിക്കരുത്. കൾച്ചറൈസേഷൻ എന്നൊക്കെ പറയും ചില നമ്മളെ സംസ്കാരത്തെ അനുകരിക്കുക. സംസ്കാരം എന്നൊക്കെ പറയും നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് തന്നെ കൊണ്ടായിക്കോളും. അവരുടെ ഇതെല്ലാം നമ്മളിങ്ങോട്ട് കയറ്റി വെക്കണമെന്നില്ല. കർത്താവ് വെറുക്കുന്ന സകല
മ്ലേച്ഛതകളും അവർ തങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും പോലും തീയിൽ ദഹിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിലെല്ലാം നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം, ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ അരുത്. ദേവന്മാർക്ക് വേണ്ടി പുത്രന്മാരെയും പുത്രിമാരെയും ഒക്കെ ബലിയർപ്പിക്കുന്ന രീതി പണ്ടുണ്ടായിരുന്നു. ഇവിടെയുണ്ട്, കേരളത്തിലുണ്ട്, ഇന്നും ഉണ്ടല്ലോ. ദൈവത്തെ പ്രീതിപ്പെടുത്താനെന്നും പറഞ്ഞ് നരബലികളൊക്കെ നടത്തുന്നത് പണ്ടത്തെ ഒരു ആചാരമല്ല, ഇന്നും നടക്കുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ സത്യമാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അനുകരിക്കാമോ? അനുകരിക്കുവാൻ പാടില്ല എന്ന് ഓർക്കണം. പൊതുസമ്മേളനങ്ങൾ, പൊതു ആരാധനകൾ ഒക്കെ നടത്തി എല്ലാം ഒന്ന്, അവരാരാധിക്കുന്ന ദൈവവും നമ്മൾ ആരാധിക്കുന്ന ദൈവവും ഒന്ന് തന്നെ എന്ന് പറയുന്ന ചിലരുണ്ട്. അത് സ്വീകാര്യമല്ല. 16-ാം വാക്യം, ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹങ്ങളുമായി എന്ത് പൊരുത്തമാണ് ഉള്ളത്? നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്തെന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ക്രിസ്ത്യ വിശ്വാസികൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. ദൈവം എവിടെ വസിക്കുന്നത്? അല്ലേ, ദേവാലയം എവിടാണ്? അത് നമ്മൾ തന്നെയാണ്. നമ്മൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. നമ്മുടെ വിശ്വാസത്തിൽ പ്രത്യേകത ഉള്ള ഒരു വിശ്വാസ കാര്യമാണത്. നമ്മുടെ ഉള്ളിലാണ് ദൈവം വസിക്കുന്നത്. ജീവിക്കുന്ന ദൈവം നമ്മളിൽ വസിക്കുന്നു. നമ്മൾ ദേവാലയമാണ്. ദേവാലയമായതുകൊണ്ട് അത് പരിശുദ്ധമായി സൂക്ഷിക്കണം. ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിച്ചത് നമ്മൾ വായിക്കുന്നില്ലേ യോഹന്നാന്റെ സുവിശേഷം? യേശു ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ കച്ചവടം നടക്കുകയാണ്. പ്രാവുകളെ വിൽക്കുക, ആടിനെയും മാടിനെയും ഒക്കെ വിൽക്കുക, പണം എക്സ്ചേഞ്ച് നടത്തുക. ഇതിനാണോ ദേവാലയം? എൻ്റെ ദേവാലയം പ്രാർത്ഥനാലയം എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ചമ്മട്ടി ഉണ്ടാക്കി അവരെല്ലാം അടിച്ച് പുറത്താക്കി, നാണയമാറ്റക്കാരുടെ മേശകളൊക്കെ തട്ടിമറിച്ചു. ഇത് സംഭവിച്ചു. ഇത് ജെറുസലേം ദേവാലയത്തിൽ സംഭവിച്ചു. കല്ലുകൊണ്ടുണ്ടാക്കിയ ദേവാലയത്തെക്കുറിച്ചാണ് അത്ര തീഷ്ണത യേശു കാണിച്ചത്. പക്ഷേ യേശുവിൻ്റെ മനസ്സിലെപ്പോഴും ദേവാലയം എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ചാണ്. യേശുവിനെക്കുറിച്ച് യേശു പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം തകർക്ക്, 3 ദിവസം കൊണ്ട് ഞാനതിനെ പുനരുദ്ധരിക്കും. അവർ വിഷമിച്ചു പോയി. എന്താണെന്ന് അവർക്ക് മനസ്സിലായില്ല. യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ദൈവം വസിക്കുന്ന സ്ഥലം, യേശുവിൻ്റെ ശരീരത്തിൽ തൃത്വം യോജിച്ചിരിക്കുകയാണ്. ഈ ദേവാലയം നിങ്ങൾക്ക് തകർക്കാമോ? തകർക്കുവീൻ, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കാം. നമ്മളോ? ജീവനുള്ള ദൈവം വസിക്കുന്ന ദേവാലയമാണ് നമ്മൾ. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ദൈവം നമ്മളിൽ വസിക്കുന്നെങ്കിൽ ഇത് പരിപാവനമായിട്ട് സൂക്ഷിക്കണം. പാപത്തിൽ വീഴാൻ പാടില്ല, പാപത്തിൻ്റെ ചായ്വുണ്ടാകാൻ പാടില്ല, പാപത്തിൻ്റെ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ചിന്തയിലോ വാക്കിലോ പ്രവൃത്തിയിലോ പാപകരമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല. കർത്താവ് വസിക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. അങ്ങനെ കർത്താവ് വസിക്കുന്നെങ്കിൽ നമ്മുടെ ശക്തി തന്നെ കൂടും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ്, എനിക്ക് എല്ലാം ചെയ്യുവാൻ സാധിക്കും. കാരണം ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന, എന്നിൽ വിശ്വസിക്കുന്ന ആ ദൈവിക ശക്തി കൊണ്ട് എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും. എനിക്കെല്ലാം ചെയ്യുവാൻ സാധിക്കും.
എന്നെ കൊണ്ടൊക്കത്തില്ല എന്നും പറഞ്ഞ് നമ്മൾ പുറമോട്ട് പോകേണ്ട കാര്യമില്ല. കാര്യം നമ്മളല്ല പ്രവർത്തിക്കുന്നത്, നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്നു. എല്ലാം ചെയ്യുവാൻ സാധിക്കുമെന്ന് പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാ. പൗലോസിനെ കുറിച്ച് പറഞ്ഞത് നമുക്കും ബാധകമാ. നമ്മളിൽ വസിക്കുന്നത് ദൈവം തന്നെ. നമ്മൾ ദൈവത്തിൻ്റെ ആലയമാണ്. എല്ലാം ചെയ്യുവാൻ ദൈവം നമ്മളെ ശക്തിപ്പെടുത്തും എന്നത് ഓർക്കണം. ഈ ശിഷ്യന്മാരെയൊക്കെ സുവിശേഷ വേലയുമായിട്ട് പറഞ്ഞു വിട്ടപ്പോൾ അവർക്ക് രോഗികളെ സുഖപ്പെടുത്താനുള്ള പ്രത്യേക അധികാരം, പിശാചിനെ പുറത്താക്കാനുള്ള അധികാരമൊക്കെ കൊടുത്തു. അത് നമുക്കും പങ്കുണ്ട്. വിശ്വാസത്തിൽ നമുക്കും ഇത് ചെയ്യുവാനുള്ള അവകാശമുണ്ട്. നമുക്കത് ചെയ്യുവാൻ സാധിക്കുമോ? നമ്മളിൽ വസിക്കുന്നവൻ യേശു ക്രിസ്തുവാണെങ്കിൽ നമുക്കത് ചെയ്യുവാൻ സാധിക്കും. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമായി നമ്മൾ വർത്തിക്കണം. അതിൽ മാലിന്യം ഉണ്ടാക്കരുത്, വൃത്തികേടാക്കരുത്, ശുദ്ധീകരിക്കപ്പെട്ട് എപ്പോഴും നിറഞ്ഞിരിക്കണം. കർത്താവ് നമ്മളിൽ നിന്ന് വിട്ടുപോകാതെ നമ്മുടെ കൂടെ ഉള്ളിൽ വസിക്കും എന്ന് ഓർക്കണം. ഹൃദയങ്ങളുടെ വാതിലിൽ ഞാൻ വന്ന് മുട്ടുന്നു, തുറന്നു തരുന്നവരുടെ കൂടെ ഞാൻ വസിക്കും. ഇങ്ങനെയൊക്കെ യേശു പറഞ്ഞിട്ടുണ്ട്. ഞാനും ശാഖയും, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാകുന്നു. ഇങ്ങനെയൊക്കെ വലിയ രീതിയിൽ കർത്താവ് അതിനെല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ക്രിസ്തുവിൻ്റെ ആലയമായി തന്നെ വസിക്കാം. കർത്താവ് നമ്മളിൽ വസിക്കും എന്ന് നമ്മൾ ഓർക്കണം. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. അങ്ങനെ നമ്മൾ വിശുദ്ധിയായി നമ്മളെ തന്നെ സൂക്ഷിച്ചാൽ കർത്താവ് നമ്മളിൽ വസിക്കുന്നു, നമ്മളിൽ വ്യാപരിക്കും. നാം ജനമായിട്ടൊന്നിച്ചുമ്പോൾ നമ്മുടെ ഇടയിൽ അവൻ്റെ വ്യാപാരമുണ്ടായിരിക്കും. അവർ എൻ്റെ ജനം ആയിരിക്കും എന്ന് കർത്താവ് വാക്ക് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവർ എൻ്റെ ജനവുമായിരിക്കും. ഈ ഒരവസ്ഥയിലേക്ക് നമുക്ക് വരാം. ഞാൻ 16-ാമത്തെ വാക്യം കൊണ്ട് ഇന്ന് നിർത്തുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. നാം സ്നേഹത്തോടുകൂടി ജീവിക്കണം. മറ്റ് മതങ്ങളിലെ വിശ്വാസത്യങ്ങളുമായിട്ട് യോജിച്ചെല്ലാം കൂടെ ചെയ്യാൻ പാടില്ല. ഇത് വ്യത്യസ്തമായ ആരാധനയാണ്. നമ്മൾ ജീവനുള്ള സജീവ ദൈവത്തിൻ്റെ മക്കളാണ്. ആ ദൈവം നമ്മളിൽ വസിക്കുകയാണ്. അവനെ മാത്രമേ ആരാധിക്കാവൂ. എല്ലാം കൂടി ഒന്നിച്ച് പൊരുത്തമുണ്ടെന്നൊന്നും പറഞ്ഞ് പോകരുത്. അങ്ങനെയല്ല, ഇത് വ്യത്യസ്തതയുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെല്ലാം നിറഞ്ഞെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നടത്തുന്നത് പോലെ നമുക്ക് മുന്നോട്ട് ജീവിക്കാം. തുടർന്നുള്ള വാക്യങ്ങൾ 70-ാമത്തെ എപ്പിസോഡിൽ, അടുത്ത എപ്പിസോഡിൽ നമുക്ക് ധ്യാന വിഷയമാക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നന്നായിക്കട്ടെ. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.